സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ മെയിൻ ഈ ആളാണ് കുഞ്ഞൂട്ടൻ. നമ്മൾ കുഞ്ഞൂട്ടനൊരു ഷൂ വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ കുഞ്ഞൂട്ടനോടൊപ്പം ഉള്ളൊരു ഔട്ടിങ് അതാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. കുഞ്ഞൂട്ടൻ കുറേ നാളായിട്ട് എന്നോട് എൻ്റെ വീഡിയോസ് കാണുന്നൊരു ഞാൻ പറഞ്ഞില്ല മെയിൻ ആളാണ് കുഞ്ഞൂട്ടൻ. എന്നോട് നേരത്തെ തൊട്ടേ ചോദിക്കുന്നുണ്ട് അമ്മായി എൻ്റെ ഒരു വീഡിയോ എടുക്കുമോ. അപ്പോൾ അങ്ങനെ നമ്മളിന്ന് കുഞ്ഞൂട്ടനുമായിട്ട് ഔട്ടിങ്ങിന് പോകുന്നൊരു വീഡിയോ ആണേ. എന്റെ റീലൊക്കെ എടുക്കുവാണ്. അത് പറ, ഇന്നോട്ടാണ് പോകുന്നത്. എന്റെ പേര് ആരോമേനോൻ, എന്റെ ഇറക്ക പേര് കൊരങ്ങൻ. പിന്നെ കരക്കിരുന്നോ നീന്തിയോ കരക്കിരുന്നോ? ഞാൻ ഒരാറ്റമൂല ആറ്റമൂല നീന്തറില്ലല്ലോ. പിന്നെ കരയുന്ന ആ കര വരെ ഒരു മീറ്റർ ദൂരത്തുള്ള ദൂരം വരെ ഞാൻ നീന്തും. ഞാൻ 1 മീറ്റർ വരെ നീന്തും. ഇവിടെ ഒരു KFC-ന്റെ കണ്ടില്ല, 2 ശ്രീ ശരണഭവൻ ഉടുപ്പി. അപ്പൊ അവിടെ കയറാം. വേണ്ട 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 വേണ്ട, അത് അടിപൊളിയെന്നല്ലേ പറഞ്ഞേ? അടിപൊളി എന്ന് വെച്ച അടിപൊളി തന്നെ. അപ്പൊ അത് മതിയല്ലേ സുരത്? വേണ്ട വേണ്ട വേണ്ട. മക്കു ചേച്ചി പറഞ്ഞില്ലേ കുഞ്ഞോട്ട് നോൺ വെജ് വെച്ച ഛർദിക്ക് ഇഷ്ടല്ലേ? ആര് പറഞ്ഞു? പറഞ്ഞില്ലേ സുരത്? ആര് പറഞ്ഞു? കുഞ്ഞോട്ട് ഞങ്ങള് ചിക്കൻ കൊടുക്കാറില്ല. ഇപ്പൊ ഞങ്ങള് വെജായി. എങ്ങനെ അവര് നോൺ വെജ് ആയില്ലെങ്കിലും ഞാൻ നോൺ വെജ്. അമ്മയൊക്കെ വെജിറ്റേറിയൻ അല്ലേ? പക്ഷെ ഞാൻ നോൺ വെജ്. കുഞ്ഞോട്ടിന്റെ അമ്മ നോൺ വെജ് കഴിക്കോ? ഇടയ്ക്ക് കറി മാത്രം കഴിക്കും, ഫ്രൈ ഒന്നും കഴിക്കില്ല. ചിക്കൻ കഴിക്കോ? ചിക്കൻ കറി കഴിക്കും, ഫ്രൈ കഴിക്കില്ല. അപ്പൊ വെജിറ്റേറിയൻ അല്ലേ? അപ്പൊ എനിക്ക് കറി വാങ്ങിച്ചു, കൂടെ ചിക്കൻ കറി. അപ്പൊ കുഞ്ഞൂട്ടന് ഹാസിനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുണ്ടോ അതോ ഹാസിനിക്ക് മാത്രം? എനിക്കും ഇഷ്ടമുണ്ട്, ഹാസിനിക്കും ഉണ്ട്. അതെ. നിങ്ങൾ പരസ്പരം പറഞ്ഞു കഴിഞ്ഞോ? നീ പ്രപ്പോസ് ചെയ്തോ ഹാസിനെ? അത് ഞാൻ 1ാം ക്ലാസ്സിലെ പ്രപ്പോസ് ചെയ്തു. നീ എന്ത് പറഞ്ഞു? എന്ത് ചെയ്ത് 1ാം ക്ലാസ് എന്ത് ചെയ്തെന്ന് പറഞ്ഞേ? പ്രപ്പോസ്. എങ്ങനെ പ്രപ്പോസ് ചെയ്തു നീ? ഐ ലവ് യു ഹാസിനി. പിന്നെ കഴിഞ്ഞ ദിവസം അമ്മ പറഞ്ഞല്ലോ ആ ചെറുക്കാ പെണ്ണ് ഇങ്ങോട്ട് പുറകിന് നടക്കുവോ വെറുതെ? അത് ഹാസിനി അല്ല, മറ്റേ ആസിഫ് അല്ലേ? ഫോൺ ചെയ്താലോ ആസിഫ്? അതന്നെ, ആ പെണ്ണന്നെ. ആ പെണ്ണാരാന്നറിയാം? ഞാനും ഹാസിനിയും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് അടി കൂടുമ്പോ ആ പെണ്ണാണ് വന്നിട്ട് സോൾവ് ചെയ്യണം. ഹാസിനിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആസിഫയ്ക്ക് ഇഷ്ടമാണ് കുഞ്ഞൂട്ടനെ, ഹാസിനിക്ക് ഇഷ്ടമാണ്. അതെ, ഒരു കുറ്റമുണ്ട്. അതിന് പുറകെ വേറൊരെണ്ണം എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഹഫീഫ. റൊണാൾഡോയുടെ ടീമിന്റെ പേര് പറയണം. ഏത് ടീമിലാണ് കളിക്കുന്നത്? അറിയാം, കുഞ്ഞൂട്ടിന് അറിയാം. ഞാൻ അവിടെ കേട്ടിട്ടുണ്ടായിരുന്നു. പറഞ്ഞു CR7. ടീമിന്റെ പേര് ക്ലബ്ബ്. അപ്പുറത്തെ ഇവിടെ നിന്ന് ഇറങ്ങിട്ട് ഓടിക്കോ നീ വണ്ടിക്കകത്ത്. CR7 അല്ല, CR എന്ന് പറയുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ, 7 എന്ന് പറയുന്ന പുള്ളിയുടെ ജേഴ്സിയുടെ നമ്പർ. അത് ക്ലബ്ബും അല്ല, പുള്ളിയുടെ കളിക്കുന്ന കൺട്രി അല്ല. പോയി ഫെയിൽ. അപ്പൊ CR7 ജേഴ്സി ഇല്ല. ബൂട്ട് മാത്രം മേടിച്ചു കൊടുക്കാന്ന്. ബൂട്ടും മറ്റേ സോക്സും ഗാർഡും. അങ്ങനെ നമ്മൾ ആദ്യം ഡീക്കാത്തലോണിലാണ് വന്നത്. അവിടെ നിൽക്കേ. മോൻ എന്താ വേണ്ടെന്ന് പറ. ഇങ്ങനെ പോണ സ്കേറ്റിംഗ് ബോർഡ്. ഇങ്ങനെ ഓടി പോണ ഷൂവിന്റെ സ്കേറ്റിംഗ് മതിന്ന്. ഷൂ സ്കേറ്റിംഗ്. അപ്പൊ എന്തിനാ ഫുട്ബോളിന് പോയി ചേർന്നേ? സ്കേറ്റിങ്ങിനല്ലേ ചേരണ്ടേ? രണ്ടും വേണം. ഇനി സ്കേറ്റിങ്ങിന് ചേർന്നില്ലല്ലോ. സ്കേറ്റിംഗ് വേണ്ട. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് 2 പിള്ളേരുടെ സ്വഭാവം മാറി കേട്ടോ. അവർക്ക് വേണ്ടാത്തതായിട്ടൊന്നുമില്ല. പക്ഷെ നമ്മൾ പണ്ട് തൊട്ടുള്ളൊരു നമ്മുടെ ഒരു പോളിസിയാണ്. ആമിക്കാണെങ്കിലും ഞങ്ങൾ പുറത്ത് ചെന്നാൽ നമ്മൾ അങ്ങനെ ഇത് വേണം അത് വേണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചാൽ ഞങ്ങളത് വാങ്ങിച്ചു കൊടുക്കാറില്ല. അത് തിരിച്ചു കൊണ്ടുവരും. കാരണം അവർക്കിനി അടുത്ത വട്ടം അതൊരു പ്രചോദനവും പിന്നെയും സാധനങ്ങൾ വേണമെന്ന് പറയും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണോ മേടിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ സാധനം മാത്രമേ മേടിക്കാറുള്ളൂ. വഴക്കിട്ട് കരഞ്ഞാൽ ഞങ്ങൾ മേടിച്ചു കൊടുക്കാറില്ല, മൈൻഡ് ചെയ്യാറില്ല. ആദ്യമൊക്കെ നമുക്ക് കുറച്ച് നാണക്കേടുണ്ടാകും. പിന്നെ ഇപ്പോൾ അവർക്ക് ആമിക്കാൻ അറിയാം, കിട്ടാൻ സാധ്യതയില്ല. അവൾ പറയും,
പക്ഷെ കിട്ടാൻ ചാൻസ് ഇല്ല, നമുക്ക് അറിയാവുന്നതുകൊണ്ട് അത് വലിയൊരു പ്രശ്നമാവാറില്ല. പക്ഷേ ഡീക്കാത്തണിന് വെറുതെ വന്ന് നമ്മുടെ സമയം കളഞ്ഞു. അവിടെ കുഞ്ഞോട്ടൻ്റെ സൈസിലുള്ള ഷൂ ഒന്നും കിട്ടിയില്ല. അത് ഇനി നമ്മൾ പാലാരിവട്ടത്തുള്ള കോസ്മോസസിൽ വന്നു. ഇന്നും കൂടെ ഞാൻ ന്യൂസ് സ്ലീപ്പ് കടയെപ്പറ്റി കേട്ടതേ ഉള്ളൂ. ഇവിടെ എന്തോ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞ ആൾക്കാരെ പറ്റിക്കുവാണ്, ഫ്രൈഡേ സെയിലെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. ഇന്ന് ഞാൻ കേട്ടതേ ഉള്ളൂ. എനിക്ക് വേണ്ടേ എന്താ ഇതാരും ഇപ്പൊ സ്കേറ്റിംഗ് ഷൂ എന്ന് പറഞ്ഞു തന്നെ നോക്ക്. കാണിച്ചെന്ത സാധനമല്ലേ അത് ഞങ്ങൾ ഗ്രൗണ്ട് എന്ന് പറയും, ടർഫ് എന്ന് പറയൂല. ഞാൻ കളിക്കാൻ പോണ സ്ഥലം ടർഫാ. അത് നീ പറയണതല്ലേ? ഓക്കെ ശരി. കുഞ്ഞൂട്ടൻ ഞങ്ങളെ കാണിച്ചു തന്നത് ഒരു ഗ്രൗണ്ടാണ്. അതാണ് സൂരജ് പറഞ്ഞത്, നീ കാണിച്ചു തന്ന സാധനം ഗ്രൗണ്ടാണ്. പക്ഷെ അവൻ പറയുന്നുണ്ട് അല്ല ഞാൻ കളിക്കാൻ പോകുന്നത് ടർഫിലാണ്. സത്യത്തിൽ അവൻ കളിക്കാൻ പോകുന്നത് ടർഫിലായിരുന്നു. ഞങ്ങൾക്ക് അവൻ കാണിച്ചു തന്ന സ്ഥലം ഗ്രൗണ്ടാണെന്നേ ഉള്ളൂ. അവന് തെറ്റിയതാണോ എനിക്കറിയില്ല. കുഞ്ഞൂട്ടന് ഷൂ മേടിച്ചപ്പോൾ ആമിക്കും വേണം എന്ന് പറഞ്ഞ് വഴക്കിട്ടെ. പക്ഷെ ആമിയുടെ സൈസ് ഷൂ ഇല്ല. പിന്നെ ഇപ്പം ആമിക്ക് മേടിച്ചിട്ട് വേസ്റ്റ് അല്ലേ. അപ്പോൾ ആമി ഇങ്ങനെ നോക്കിയിരിക്കുമോ. ഞാൻ പറഞ്ഞു വലുതാകുമ്പോൾ മേടിച്ചു തരാമെന്ന്. പിന്നെ കുഞ്ഞൂട്ടൻ്റെ സൈസിന് പറ്റിയൊരു ചെരുപ്പ് നമുക്ക് കിട്ടിയേ. വേദനയുണ്ടോ? ചെറുതായിട്ട് വേദന ഉണ്ടെന്ന്. എവിടെ വേദന? ഏറ്റവും ചെറിയ വിരലാണോ? ആ ചെറിയ വിരലാണോ വേദന ഉള്ളത്? ചെറുതായിട്ടുള്ള വേദന. സ്കൂട്ടറില്ല, സ്കൂട്ടർ അല്ലടി അമ്മായി. എനിക്കൊരു 2 സാധനം വാങ്ങിച്ചു തരും. നോക്കുക, ഇതാണ് ശ്വസിക്കാനുള്ള സാധനം. ഇത് വാങ്ങിച്ചു തരുമോ? ഇതും നിക്ക് ആമി ആമി ഒരു മിനിറ്റ് കാലിട്ട് ഇങ്ങനെ അടിക്കാൻ ഇങ്ങനെ നീന്തുമ്പോ അടിക്കൂലേ. പിന്നെ സ്നോക്കറും പിന്നെ ആമ ബിഗ് ആമ മേടിച്ചു തരാം കേട്ടോ. നോ ഇപ്പോൾ ഉപയോഗിക്കാം. ഇപ്പോൾ ഫുഡ് കഴിച്ച് വലുതാവണം. ചേട്ടൻ്റെ ഡ്രസ്സ് നോക്കിട്ട് വരാം. നമ്പർ 7. ഓക്കെ എന്താ കാല് വീണ വേന എടുക്കും. മാമ ഞങ്ങൾ പോവാണേ. അവിടുന്ന് സാധനം മേടിച്ച് എത്രയും പെട്ടെന്ന് 2 പേരെ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് പോയി. അല്ലെങ്കിൽ പല കാര്യങ്ങളും അവർക്ക് വേണം. അവർക്ക് വേണ്ടാത്തതായിട്ടൊന്നുമില്ല. അവിടെ ഒരു പ്രോട്ടീൻ ബൈറ്റ്സ് പോലെ, ഒരു ക്രാക്കേഴ്സ് പോലെ കുറച്ച് സാധനങ്ങൾ ഇരിക്കുന്നുണ്ടോ, ആ സാധനങ്ങളൊക്കെ അവർക്ക് വേണം കഴിക്കാൻ. ലേസാണ് അമ്മി പറയുന്നത്. പിന്നെ എങ്ങനെയൊക്കെയോ 2 പേരും പിടിച്ച് നമ്മൾ കാറിൽ കയറ്റി. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ എവിടെയെങ്കിലും അടുത്ത് നല്ലൊരു റെസ്റ്റോറൻറ്റ് തപ്പിയുള്ള നടത്തമാണ്. ഞങ്ങൾ കുറേ നോക്കി അവസാനം നമ്മൾ വിചാരിച്ചു അതൊരു തായ് ഫുഡ് കഴിക്കാമെന്ന്. അങ്ങനെ നമ്മൾ കഫേ ഡേ ബാങ്കോക്ക്, ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ റെസ്റ്റോറൻറ്റിൽ പോകുന്നത്. അടിപൊളിയാണെന്നാണ് പറയുന്നത് തായ് ഫുഡ്. ഞാൻ ഈയിടെ തായ്ലൻഡിൽ പോയി വന്നതേ ഉള്ളൂ. എന്നിട്ടും പിന്നെയും തായ്ലൻഡ് ഫുഡ് കഴിക്കാൻ വേണ്ടി പിന്നെയും ഞാൻ അവിടെ പോയി. അങ്ങനല്ല, സൂരജ് നല്ല സൂപ്പർ ഫുഡാണെന്ന് പറഞ്ഞ് ജസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടി പോയതാണ്. നമ്മളെപ്പോഴും നാടൻ ഫുഡ് മാത്രം കഴിച്ചാൽ പോരല്ലോ, കുറച്ച് വെറൈറ്റി ആയിട്ടൊക്കെ നമുക്ക് നോക്കട്ടെ. ചിക്കനുള്ള കൊടുത്തിട്ടില്ല, വേറെ ചിക്കൻ അമ്മയുടെ ഒരു മെയിൻ പ്രത്യേകത, നമ്മൾ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ എവിടെ പോയാലും അവൾ ഫുഡ് വരുന്നതിന് മുമ്പ് വെള്ളം കുടിച്ച് അവിടെ വയറൊക്കെ നിറയ്ക്കും. ഇപ്പോൾ നമ്മൾ ഫുഡ് കൊടുക്കുവാണെങ്കിൽ തന്നെ ആമി അങ്ങനെ കുറേ വെള്ളം കുടിക്കും. ഒരിലയിലൊക്കെ പൊതിഞ്ഞിട്ട് അച്ഛൻ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനും കഴിക്കില്ല തുടങ്ങി. ഇപ്പോൾ KFC ലോലിപോപ്പൊക്കെ നിർത്തിയിട്ട് ഇതാ കഴിക്കും, കിഴിപ്പൊറോട്ട. ഇപ്പോൾ കുഞ്ഞൂട്ടൻ KFC ഒന്നും കഴിക്കാറില്ല. കുഞ്ഞൂട്ടന് ഇപ്പോൾ കിഴിപ്പൊറോട്ടയാണ് ഇഷ്ടം എന്നാണ് പറയുന്നത്. ആമി പറഞ്ഞത് ചപ്പാത്തി ചിക്കൻ. ആമി
അവിടെ ചെന്നപ്പോൾ തൊട്ട് ചപ്പാത്തി, ചിക്കൻ, ദോശ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത് ഓരോരോ സാധനങ്ങളായിട്ട് വരാൻ തുടങ്ങി. ഇതൊരു ലെമൺ മിൻറ്റാണ്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറച്ച് ഉപ്പും അങ്ങനെയൊക്കെ ഒരു ടേസ്റ്റ്, കൊള്ളാം. ഒരുപാട് മധുരമൊന്നുമില്ല. നല്ല ഈ ചൂടത്ത് നല്ല അടിപൊളിയായിരുന്നു. ആമിക്ക് ഒട്ടും വന്നു ആമി അതൊക്കെ കഴിക്കണം കേട്ടോ, ചൂടുണ്ടാവുക. സത്യത്തിൽ ഇതിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ. ശരിക്കും ഒരു ചിക്കൻ റോസ്റ്ററിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ്, കുറച്ച് കുരുമുളകിൻ്റെ ഒക്കെ ടേസ്റ്റ് കൂടി നല്ല ആമിക്കൊക്കെ ഇഷ്ടപ്പെട്ടു. ചിക്കൻ ഫ്രൈ അങ്ങനെ എന്തോ ആയിരുന്നു എൻ്റെ പേര്, പക്ഷെ കൊള്ളായിരുന്നു. ഫോട്ടോ എടുത്തിട്ട് നോക്കി. അത് കഴിഞ്ഞ് ആമിക്ക് ഒരു സാധാരണ എന്താ പറയുക, ഒരു നൂഡിൽസും. ഞങ്ങൾക്ക് ഓർഡർ ചെയ്തത് രാമൻ നൂഡിൽസാണ്. ഞാൻ ഇതുവരെ രാമൻ നൂഡിൽസ് കഴിച്ചിട്ടില്ല. അപ്പം അങ്ങനെ നമ്മൾ രാമൻ നൂഡിൽസ് ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്തു. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ നല്ല ടേസ്റ്റുണ്ട്, നല്ല സ്പൈസിയാണ്. പക്ഷേ ഭയങ്കരമായിട്ടൊരു കോക്കനട്ട് മിൽക്കിൻ്റെ ഭയങ്കര റിച്ച്നെസ് ഉണ്ട്. ഭയങ്കര ക്രീമി ആയ കാരണം നമുക്ക് പെട്ടെന്ന് മടുക്കും. അതുകൊണ്ട് എനിക്കത് മൊത്തം കഴിക്കാൻ പറ്റിയില്ല, മടുത്തു. പിന്നെ ഈ നൂഡിൽസ് സാധാ നൂഡിൽസിൻ്റെ ടേസ്റ്റ് നല്ലതായിരുന്നു. അമ്മയ്ക്കപ്പോൾ ആമിയുടെ നൂഡിൽസ് വേണ്ട, ഈ രാമൻ നൂഡിൽസ് മതി എന്ന് പറഞ്ഞ് ഞങ്ങൾ ടേസ്റ്റ് ചെയ്യിപ്പിച്ചതാണ്. അത്യാവശ്യം നല്ല സ്പൈസിയാണ് രാമൻ നൂഡിൽസ്. അപ്പം ടേസ്റ്റ് ചെയ്തപ്പോഴേ ആമി പറഞ്ഞ് എരിവുണ്ടെന്ന്. അത് സൂപ്പറാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പറഞ്ഞ് നല്ല എരിവുണ്ടെന്ന്. ഇതെല്ലാം താഴെ പോയി ഞാൻ കളഞ്ഞു. കഴിച്ചു നോക്കി അമ്മ എങ്ങനെ ഉണ്ടെന്ന്. പിന്നെ നമ്മളൊരു മാംഗോ ഷേക്ക് പറഞ്ഞായിരുന്നു. സൂപ്പറായിരുന്നു കേട്ടോ മാംഗോ ഷേക്ക്. ആമിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നമ്മളൊരു മാംഗോ സ്റ്റിക്കി റൈസും കൂടെ ഓർഡർ ചെയ്തായിരുന്നു. അത് കഴിക്കാനുള്ള വയറില്ലാത്തതുകൊണ്ടും അത് നമ്മൾ ടേക്ക് അവേ ചെയ്തു. വീട്ടിൽ പോയിട്ട് അമ്മയ്ക്ക് കൊടുക്കാമെന്ന് വെച്ചു. പക്ഷേ ഞാൻ വീട്ടിൽ വന്ന് കഴിച്ചു കേട്ടോ. പക്ഷേ ഞാൻ തായ്ലാൻഡിൽ നിന്ന് കഴിച്ച മാംഗോ സ്റ്റിക്കി റൈസിൻ്റെ ടേസ്റ്റൊന്നും ഇതിനില്ല. അവിടുത്തെ ടേസ്റ്റ് എന്ന് പറയുന്നത് ആ മാംഗോയുടെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ആ ടേസ്റ്റ് നമ്മുടെ നാട്ടിലെ മാങ്ങയ്ക്ക് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടുത്തെ മാംഗോ ഭയങ്കര സ്വീറ്റ് അല്ലേ, ഇവിടുത്തേന് അത്ര അങ്ങോട്ട് സ്വീറ്റ്നെസ് ഇല്ല കേട്ടോ. ആ ഒരു ഫ്ലേവറിൻ്റെ കുഴപ്പമുണ്ട്, അല്ലാതെ ബാക്കിയെല്ലാം ഓക്കെയാണ്. അങ്ങനെ നമ്മൾ കുഞ്ഞൂട്ടൻ്റെ പപ്പയുടെ വീട്ടിൽ കൊണ്ടാക്കി. പപ്പയുടെ വീടെന്ന് പറയുന്നത് കുഞ്ഞൂട്ടൻ അച്ഛൻ്റെ വീട്ടിൽ. അവിടെയാണ് കുഞ്ഞൂട്ടൻ വെക്കേഷന് വരുമ്പോൾ നിൽക്കാറ്. കുഞ്ഞൂട്ടിനെ ഷൂട്ടിപ്പിക്കാൻ എത്ര ആൾക്കാർ. നന്നായിട്ടുണ്ട്, വളരെ ഭംഗിയായിട്ടുണ്ട്. അയ്യോ കുഞ്ഞൂട്ട കാല് കണ്ടല്ലോ, എന്താ കുഞ്ഞൂട്ട പ്രശ്നം? കുഞ്ഞൂട്ട് ശരിക്കും ഭയങ്കര നാണക്കാരനാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞൂട്ടിന് ഫുട്ബോൾ കളിക്കാൻ പാൻറ് വേണമെന്ന് വഴക്കായിരുന്നു. പിന്നെ ഞങ്ങൾ പറഞ്ഞു ഫുട്ബോൾ ഷോർട്സ് ഇട്ടാണ് കളിക്കുന്നത്, ഷോർട്സ് വാങ്ങിച്ച്. പിന്നെ ആ ഫുട്ബോൾ കളിക്കുമ്പോൾ സോക്സ് അത്യാവശ്യം നല്ല നീളമുള്ള സോക്സ് അല്ലേ ഇടുന്നത്. അത് ചുരുട്ടി നമ്മൾ ചെറുതായിട്ട് അങ്ങനെ വെക്കുമല്ലേ, അങ്ങനെ വെക്കാൻ കുഞ്ഞോട്ട് സമ്മതിക്കുന്നില്ല. ഈ നമ്മൾ സ്റ്റോക്കിങ്സ് ഒക്കെ ഇടത്തില്ലേ ഗേൾസ്, ചെറിയ ഫ്രോക്കിൻ്റെ ഒക്കെ കൂടെ, അതുപോലെ അവനത് കയറ്റി വെച്ചേക്കുമായിരുന്നു. അവൻ്റെ കാല് കാണുന്നവന് ഭയങ്കര നാണക്കേടാണ്. ഒരു ഫോട്ടോ എടുത്തില്ല. ഫ്രണ്ടിൽ ബൈക്കിൽ പോകുന്നതാണ് കുഞ്ഞൂട്ടിനും ചിക്കിരിയും. അപ്പോൾ ആമി ഇനിയിപ്പോൾ ഒരു കരച്ചിലുണ്ട്. എന്തായാലും ഇവർ രണ്ടുപേരും ഇന്ന് ഇവിടെയാണ് നിൽക്കുന്നത്, നമ്മുടെ കൂടെ വരുന്നില്ല. അപ്പോൾ ആമി ഇപ്പോഴും വിചാരിച്ചേക്കുന്ന അവിടെ വെച്ച് വണ്ടി നിർത്തി ചിക്കിനെ നമ്മുടെ വണ്ടിയിൽ കയറി തിരിച്ച് വീട്ടിൽ പോകാമെന്ന്. പക്ഷേ ആമിയുടെ പ്രതീക്ഷകളൊക്കെ ഇവിടെ തെറ്റുമാണ്. ആ ചിക്കിരി ഒന്നും കാണാൻ പറ്റുന്നില്ല. അമ്മ ഇങ്ങോട്ട് നോക്കി, അമ്മ നോക്കിയടാ, അമ്മ നോക്കിയേ എന്താടാ. ഇത് ശരിക്കും ഞാൻ ഷോർട്സ് ആയിട്ട് എടുക്കാനിരുന്ന വീഡിയോ ആണ്. പക്ഷെ അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ളതുകൊണ്ട് ഞാൻ ഒരു ഫുൾ വീഡിയോ ആയിട്ട് ഇട്ടതാണേ. അപ്പം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. തായ്ലാൻഡ് വീഡിയോയുടെ ബാക്കിയൊക്കെ പോസ്റ്റ് ചെയ്യാനുണ്ട്. ഇപ്പോൾ എനിക്ക് ചെറിയ രീതിയിൽ കുറച്ച് വ്യൂസൊക്കെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തന്നെ സപ്പോർട്ട് ചെയ്യുക. ബൈ.